ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെജിറ്റബിൾസിൽ തന്നെ കളർഫുൾ ആയിട്ടുള്ള ബീട്രൂട്ട് എനിക്ക് മാത്രമാണോ എന്നറിയില്ല, കോമൺലി അധികം ആർക്കും ഇഷ്ടമല്ലാത്ത ഒരു ഐറ്റമാണ്. പക്ഷേ പെർഫെക്റ്റ് മെഷറിൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് ഉണ്ടാക്കിയാൽ സംഭവം കുറച്ചുകൂടെ കളർഫുള്ളാവും കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് തോരനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അത്യാവശ്യം വലുപ്പമുള്ള 2 ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഗ്രേറ്റ് ചെയ്തതല്ലെങ്കിൽ ബീട്രൂട്ട് കുഞ്ഞു കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഗ്രേറ്റ് ചെയ്തതുപോലെ തന്നെ കിട്ടും. ഇനി ഒരു കടായി ചൂടാക്കി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണ മുഖ്യം വെക്കില്ലേ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം 1/2 സ്പൂൺ കടുക് ആഡ് ചെയ്യാം കേട്ടോ. കടുകൊക്കെ പൊട്ടിയതിന് ശേഷം 1 സ്പൂൺ ഉഴുന്ന് ആഡ് ചെയ്യാം. നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. ഉഴുന്ന് ഗോൾഡൻ കളറായി വരുമ്പം ഇച്ചിരി കറിവേപ്പില ആഡ് ചെയ്യാം. ഒപ്പം തന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള ചോപ്പ് ചെയ്തതും ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് സോട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പം ഒരു മീഡിയം സ്പൈസ് ലെവലാണ്. ഓരോരുത്തരുടെ ഫേവറിനനുസരിച്ച് മുളക് പൊടിയോ കുരുമുളക് പൊടിയോ കുറച്ചുകൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ലല്ലോ. ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം കവർ ചെയ്ത് ലോ ഫ്ലെയിമിൽ ഏകദേശം 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും ആവിവെള്ളം ഇതിലേക്ക് തന്നെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കരിഞ്ഞു പോകും കേട്ടോ. ഇനി ലാസ്റ്റ് 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. റെസിപ്പിയും വീഡിയോയും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അതുപോലെ റെസിപ്പീസ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെയോ ഇൻസ്റ്റാ ഫേസ്ബുക്ക് പേജിലൂടെയോ സജസ്റ്റ് ചെയ്യാം കേട്ടോ. കൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പേജും വാട്സപ്പ് ചാനലും ഫോളോ ചെയ്യാനും മറക്കരുതേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം നോട്ടിഫിക്കേഷൻ വരും കേട്ടോ.